റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ശ്യാമ ഓഫീസിൽ പോവാതെ ലീവ് എടുത്തിരിക്കുമ്പോഴാണ്. അതാണ് ഇഷ്ടം, ബട്ട് പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് വൈകിയാണെങ്കിൽ എഴുന്നേറ്റിട്ടുണ്ട്. കുഞ്ഞിന് ലഞ്ച് ബോക്സിന് ചപ്പാത്തിയും കടലക്കറിയും മതിയെന്ന് നെയ്ത്ത് രാത്രി തന്നെ പറഞ്ഞതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ. ഇനി ബാക്കിയൊക്കെ ശ്യാമുവിന് പോകുന്നതിന് മുന്നേ ആയാലും മതി. വേഗം തന്നെ കടലക്കറി ആക്കിയിട്ടുണ്ട്. ഇനി നേരെ ചപ്പാത്തിയും കൂടെ പരത്തി സെറ്റാക്കി കഴിഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവന് കഴിക്കാനും കൊടുക്കണം, അവന് കൊണ്ടുപോകാനുള്ളത് ഇപ്പോൾ തൽക്കാലം ഉണ്ടാക്കിയാൽ മതി. അവനെ പറഞ്ഞു വിട്ടിട്ടേ ബാക്കിയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിനുള്ള സമയം കിട്ടില്ല. ഇന്ന് കുറച്ച് വൈകി എഴുന്നേറ്റുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ കുട്ടൂസിന് എൻ്റെ അടുത്ത് കുറച്ച് നേരം കിന്നരിക്കാനൊക്കെ ആയിട്ട് വന്നു. അവൻ ഇങ്ങനെയാണ്, നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിലാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കും. അങ്ങനെ കുഞ്ഞുനെ ഉള്ളതെല്ലാം സെറ്റാക്കിയിട്ട് അവനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ശ്യാമു തിരിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ തോരന് വേണ്ടിയിട്ട് നമ്മുടെ ചീര ആദ്യമായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ശ്യാമാണ് കട്ട് ചെയ്തത്. നട്ടത് ഞാനാണെങ്കിലും കട്ട് ചെയ്തത് അവനാണ്. എന്തായാലും കുറച്ച് മത്തി ഇന്നലെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഉണ്ട മത്തിയാണ്. 260 രൂപയാണ് 1 കിലോ മത്തിക്ക് വില കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. ശ്യാമനുള്ളത് മാത്രം തൽക്കാലം 2 എടുത്ത് വറുത്തു. പിന്നെ വേഗം ഞാൻ ചോറെല്ലാം പാക്ക് ചെയ്തു. പിന്നെ അച്ചാറ്, പിന്നെ തോരൻ, പിന്നെ മത്തി വറുത്തത്, പിന്നെ കടലക്കറി. ഞങ്ങൾ ഉച്ചയൂണിന് കടലക്കറിയൊക്കെ യൂസ് ചെയ്യും കേട്ടോ. ചിലർ കടലക്കറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എടുക്കുന്നവരുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഊണിനും കൂടെ എടുക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ ശ്യാമു പോവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ബൈ ബൈ, സീ യു.